ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ പരീക്ഷ നമ്മുടെ തൊട്ട് മുന്നിൽ എത്തി നിൽക്കാണ്ടല്ലേ. അപ്പോൾ വേഗം നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. വായിക്കാം, എഴുതാം. സ്നേഹസാഗരം. കടന്നു പോകാനല്ലേ പറഞ്ഞത്, ഇനി ഇവിടെ കാണരുത്. അയാൾ ശുഭിതനായി. അടഞ്ഞുകിടന്ന വാതിലിനു മുന്നിൽ വൃദ്ധൻ കുറച്ചു നേരം നിന്നു. വാതിൽ തുറന്നില്ല. വൃദ്ധൻ വേച്ചു നടന്നു. ശല്യം ഒഴിഞ്ഞു പോട്ടെ. സ്വന്തം അച്ഛനെ പടിയിറക്കി മകൻ ആശ്വസിച്ചു. മുത്തച്ഛ മുത്തച്ഛ. ഒരു കുട്ടി സ്നേഹത്തോടെ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എല്ലാം കണ്ടു, സങ്കടപ്പെടേണ്ട. വരൂ, നമുക്ക് പോവാം. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നും ഗുരുവചനം. എന്നിട്ടും സ്വന്തം മകൻ തന്നെ അച്ഛനോടിങ്ങനെ. കഷ്ടം. വൃദ്ധനോടൊപ്പം നടന്നുകൊണ്ട് അവൻ പറഞ്ഞു. തൻ്റെ ആരുമല്ലാത്ത ആ കുഞ്ഞിൻ്റെ സ്നേഹത്തിന് മുന്നിൽ അയാൾ വിതുമ്പി. സാരമില്ല കുട്ടി, അവർക്ക് നല്ലത് വരട്ടെ. എന്തായാലും അവൻ എൻ്റെ മകൻ തന്നെയല്ലേ. കൂർത്ത കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ അവർ പതുക്കെ മുന്നോട്ട് നടന്നു. ഓക്കെ മക്കളെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം, കഥ വായിച്ചല്ലോ, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. കഥയിൽ കോപിച്ചവൻ എന്ന പദത്തിന് പകരമായി ഉപയോഗിച്ചിരുന്ന പദമേത്? ഏത് പദമാണ് മക്കളെ? നമുക്ക് 4 ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ആരാരുമില്ലാത്ത, ദേഷ്യപ്പെട്ടവൻ, ശല്യക്കാരൻ, ശുഭിതൻ. ഏതാണ്? 4ാമത്തെ ഓപ്ഷനാണ് അല്ലേ, ശുഭിതൻ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്ന് ഗുരുവചനം. ഗുരു എന്നതിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് മക്കളെ? നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെയാണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. ആരെയും ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന ഒരു വാക്യം കഥയിൽ നിന്ന് കണ്ടെത്തുക. ഏതാണ് മക്കളെ? ഒരു പീഡയെറുമ്പിനും വരുത്തരുത്, ആ ഒരു വാക്യമാണ് അല്ലേ. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മക്കൾ കൃത്യമായിട്ടുള്ള ഉത്തരം എടുത്തെഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നോക്കിക്കേ. പടിയിറക്കപ്പെട്ട വൃദ്ധനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച കുഞ്ഞിൻ്റെ പ്രവൃത്തിക്ക് സമാനമായ സംഭവം കുടയില്ലാത്തവർ എന്ന പാഠത്തിലുണ്ട്. ഏതാണ് മക്കളെ? മഴ നനഞ്ഞു പോകുന്ന അനിയനല്ലാത്ത അനിയനെ തൻ്റെ കുടയിൽ കൊണ്ടുപോകുന്ന പെൺകുട്ടി അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അവർക്ക് നല്ലത് വരട്ടെ. എന്തായാലും അവൻ എൻ്റെ മകൻ തന്നെയല്ലേ. ഈ വാക്യത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ് മക്കളെ? മകൻ എത്ര ഉപദ്രവിച്ചാലും അവന് ദോഷം വരുന്നൊരു കാര്യം തനിക്ക് ചിന്തിക്കാനേ ആവില്ല എന്നതാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് 2ാമത്തെ പ്രബന്ധത്തിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അനുഭവക്കുറിപ്പ്. പുതുമഴയും പ്രവേശനോത്സവത്തിനൊരുങ്ങിയെത്തി. വർണ്ണക്കുടയും പുത്തനുടുപ്പുമായി നനഞ്ഞും നനയാതെയും കളിച്ചും ചിരിച്ചും നീതു സ്കൂളിൻ്റെ പടികൾ കയറി. മഴയോടൊപ്പം കൊട്ടും പാട്ടുമായി ആർത്തുല്ലസിച്ച ആ ദിനം മറക്കാൻ പറ്റാതെയായി. നീതുവിൻ്റെ ആ ദിവസത്തെ അനുഭവമൊന്നെഴുതൂ. മഴ അനുഭവങ്ങളും പ്രവേശനോത്സവ അനുഭവങ്ങളും വിട്ടുപോകാതെ ചേർക്കണേ. അപ്പം മക്കളടുത്ത് അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നീതു ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയ ദിവസമാണല്ലേ, പ്രവേശനോത്സവ ദിവസത്തിന് പോയതാണ്. അപ്പം അന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പുത്തൻ ഉടുപ്പും പുത്തൻ കുടയൊക്കെ ആയിട്ടാണ് അവൾ പോയിട്ടുള്ളത് അല്ലേ. അപ്പം അന്നേ ദിവസത്തെ അവളുടെ അനുഭവക്കുറിപ്പ് മക്കളടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? നമ്മുടെ സ്കൂളിൽ പ്രവേശനോത്സവത്തിന് പോയപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു? ചെണ്ടമേളം ഉണ്ടായിരുന്നു അല്ലേ. സ്കൂളിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് കേൾക്കാം? നല്ല ഒച്ചയിൽ ചെണ്ടമേളം കേൾക്കാം അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കും പുതിയ അവർക്കൊക്കെ പുത്തനുടുപ്പും പുത്തൻ കുടയും പുത്തൻ ബാഗൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ആ കാഴ്ചകളൊക്കെ മക്കളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവുമല്ലോ. ഓക്കെ, പിന്നെ എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടായിരിക്കും മക്കളെ? നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മിഠായിപ്പൊതികളും സമ്മാനപ്പൊതികളൊക്കെ ആയിട്ട് ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നീതുവിനും അത്തരത്തിൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ അവൾ സ്കൂളൊക്കെ വിട്ടിട്ട് അന്നേ ദിവസം നേരത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ലേ. ആ സമയത്ത് മഴ നനഞ്ഞ് പോയതൊക്കെ അവളുടെ അനുഭവമായിരിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് എഴുതാവുന്നതാണ്. അടുത്തൊരു പ്രവർത്തനം നോക്കൂ. വാർത്ത എഴുതാം. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം എല്ലാ വിദ്യാലയങ്ങളിലും ഗംഭീരമായി ആഘോഷിച്ചു. നിങ്ങളുടെ വിദ്യാലയത്തിൽ വിപുലമായ ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടാവുമല്ലോ.
ആഘോഷ പരിപാടികൾ എല്ലാവരെയും അറിയിക്കാൻ സഹായകമായ ഒരു പത്രവാർത്ത തയ്യാറാക്കൂ. അപ്പോൾ അവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. പതാക ഉയർത്തൽ, ദേശഭക്തി ഗാനം, മധുര പലഹാര വിതരണം, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്രവാർത്ത മക്കൾ തയ്യാറാക്കണം കേട്ടോ. നമുക്കൊന്ന് എഴുതി നോക്കാം. കോഴിക്കോട് ഗവൺമെൻറ് ABC സ്കൂൾ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ഗംഭീരമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഹെഡ് മാസ്റ്റർ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് ആശംസാ പ്രസംഗം നടത്തി. ദേശഭക്തി ഗാനങ്ങൾ, വിവിധ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷപ്പകർച്ച, കുട്ടികളോടൊപ്പമുള്ള ജാഥ എന്നീ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു. പായസ വിതരണത്തോടെ ചടങ്ങുകൾ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് ഒരു പത്രവാർത്ത എഴുതി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. കുറിപ്പ് എഴുതാം. അനന്തുവിന് സൈക്കിൾ സവാരി ഏറെ ഇഷ്ടമാണ്. ഒരു ദിവസം സൈക്കിളിൽ അതിവേഗം സഞ്ചരിക്കുമ്പോൾ സൈക്കിൾ ഒരു പാവം നാടോടിക്കുട്ടിയുടെ ദേഹത്ത് പോയി ഇടിച്ചു. അവൾ താഴെ വീണു. അവൻ അവളെ മെല്ലെ എഴുന്നേൽപ്പിച്ച് സമാധാനിപ്പിച്ചു. മുറിവുകളെല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നീട് എല്ലാ ദിവസവും എന്തെങ്കിലും സമ്മാനമായി അവൻ അവളെ കാണാനെത്തും. ഒരു ദിവസം ഒരു പുസ്തകമാണ് നൽകിയത്. എനിക്ക് വായിക്കാൻ അറിയില്ല, അവൾ പറഞ്ഞു. അതിനെന്താ, ഞാൻ വായിച്ചു തരാം. കഥകളും പാട്ടുകളുമായി ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. അനന്തുവിൻ്റെ സഹായത്തോടെ അവൾക്കിപ്പോൾ വായിക്കാൻ അറിയാം, എഴുതാനും അറിയാം. അനന്ത് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കുറിപ്പ് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറിപ്പ് എഴുതാം? നോക്കിക്കേ, അനന്തു 2 കാര്യങ്ങൾ ചെയ്തതായാണ് ഇവിടെ പറയുന്നത്. സൈക്കിൾ മുട്ടി മുറിവ് പറ്റിയ കുട്ടിയെ പരിചരിക്കുകയും പിന്നെ പുസ്തകങ്ങൾ വായിക്കാൻ അവളെ പഠിപ്പിക്കുകയും ചെയ്തു. അവൻ ചെയ്ത ഈ 2 പ്രവൃത്തികളും നല്ലതാണ്. നാം കാരണം മറ്റൊരാൾക്ക് ഒരു അപകടമുണ്ടായാൽ അവരെ നമ്മൾ രക്ഷിക്കണം. അത് നമ്മുടെ കടമയാണ്. ആ കടമ അനന്തു കൃത്യമായി നിറവേറി. അതുപോലെ തന്നെ അവൻ കുട്ടിയെ വായിക്കാൻ പഠിപ്പിച്ചത് അവളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാവും. അതിനാൽ തന്നെ അനന്ത് ചെയ്ത ഈ 2 പ്രവൃത്തികളും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും കൂടി ഒന്ന് കമൻറ്റായിട്ട് ഇടാനായിട്ട് മറക്കരുതേ. കഥ എഴുതാം. അയ്യോ, എന്തൊരു വിശപ്പ്, ഒന്നും തിന്നാൻ കിട്ടുന്നില്ലല്ലോ. നമുക്ക് ഞാവൽക്കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം, കറുമ്പൻ കാക്ക പറഞ്ഞു. അങ്ങോട്ട് പോയാൽ ഗരുഡമാവനും മറ്റു പക്ഷികളും നമ്മളെ കൊത്തിക്കൊല്ലും, ചിന്നൻ കാക്ക പറഞ്ഞു. ഇതിലും ഭേദം അതുതന്നെയാ. കാട്ടുതീ വന്നപ്പോൾ അവിടെ നിന്ന് പോരേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ചെലുമ്പൻ കാക്ക പറഞ്ഞു. എന്തായാലും നമുക്ക് ഞാവൽക്കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം, കറുമ്പൻ പറഞ്ഞു. പിന്നെ ആരും എതിർത്തില്ല. ഞാവൽക്കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ കാക്കകൾ തിരിച്ചെത്തി. തുടർന്ന് എന്തൊക്കെ സംഭവിച്ചിരിക്കാം, കഥ പൂർത്തിയാക്കൂ. അപ്പോൾ എന്താണ് മക്കളെ സിറ്റുവേഷൻ പറഞ്ഞത്? നമ്മുടെ ഞാവൽക്കാട്ടിന് തീ പിടിച്ചപ്പോൾ അവിടെ നിന്ന് കാക്കകളൊക്കെ പോയിട്ടില്ലായിരുന്നോ? അപ്പോൾ അവരെന്ത് ചെയ്തു? ഒന്നും തിന്നാൻ കിട്ടാതെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ വീണ്ടും ഞാവൽക്കാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചു അല്ലേ. പക്ഷെ അവർക്ക് ചെറിയൊരു പേടി കൂടിയുണ്ട്. ആരെയാണ് പേടി? ഗരുഡമാവനെയും മറ്റ് പക്ഷികളെ ആയിരിക്കും അല്ലേ. എന്ത് വന്നാലും അവർ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചു അല്ലേ. അപ്പോൾ അവിടെ പോയിട്ടുള്ളപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും? ഗരുഡമാവൻ ഇവരെ വീണ്ടും ഓടിച്ചു വിട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഥ പൂർത്തിയാക്കേണ്ടത് കേട്ടോ. മക്കളൊന്ന് എഴുതി നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആസ്വാദനക്കുറിപ്പ്. അപ്പോൾ മക്കൾക്ക് അവിടെ ഒരു കവിത തന്നിട്ടുണ്ട് കേട്ടോ. പുഞ്ചിരി എന്നാണ് കവിതയുടെ പേര്. നോക്കിക്കേ മക്കളെ. പച്ചയിൽ മുങ്ങിക്കുളിച്ച പെണ്ണ്, പൂഞ്ചോപ്പ് ചുണ്ടത്തു തേച്ച പെണ്ണ്, പാടത്തെ പുന്നിൽ കതിരുകൊത്തി പാറിപ്പറക്കുന്നു കൊച്ചു പെണ്ണ്, മേനി വളഞ്ഞൊരു കൊച്ചു തെങ്ങ്, തെങ്ങിൻ്റെ പൊത്തിയിലിരുന്നു പെണ്ണ്, സൂത്രത്തിൽ മെല്ലെ പിടിച്ചെടുത്ത് കൂട്ടിലിട്ടപ്പോൾ കരഞ്ഞു പെണ്ണ്, കാരിരുമ്പിൻ്റെ അഴിക്കു പിന്നിൽ മാനവും നോക്കി കരഞ്ഞ പെണ്ണ്, മെല്ലെ ഞാൻ കൂടു തുറന്നു വെക്കേ പുഞ്ചിരിച്ചെങ്ങോ മറഞ്ഞു പെണ്ണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് കേട്ടോ കവിത. ആരെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത്? തത്തയെക്കുറിച്ചാണ് അല്ലേ. തത്ത എന്നുള്ള പേര് എടുത്ത് പറയുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു കവിത വായിച്ചാൽ തന്നെ മനസ്സിലാവും തത്തയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. തത്തയെ എന്ത് ചെയ്തു? പിടിച്ചൊരു ഇരുമ്പിൻ കൂട്ടിലടച്ചു അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? അവൾ കരയാനായിട്ട് തുടങ്ങിയില്ലേ. ആ സമയത്ത് പിന്നീട് അവൾ എന്ത് ചെയ്തു? മെല്ലെ തുറന്നു വിട്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എങ്ങോട്ടോ പാറിപ്പറന്നു പോയില്ലേ. അപ്പോൾ അതാണ് നമ്മുടെ കവിത. അപ്പോൾ ആ കവിതയുടെ ആശയവും അതുപോലെ തന്നെ കവിയുടെ പേരും കവിതയുടെ പേരുകളും മക്കൾ ഇഷ്ടപ്പെട്ട കവിതയിലെ വരികളും ഉൾപ്പെടുത്തിയിട്ട് മക്കൾ എന്ത് ചെയ്യണം? ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതി തയ്യാറാക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.